കിടന്നു നോക്കുന്നു. സാറേ ഇന്നത്തെ കേസ് ഭയങ്കര ഒരു ക്രൂഷ്യൽ മർദ്ദനാണ്. കാരണം തലയ്ക്കകത്ത് ഭയങ്കര അധികം മുറിവുകളുണ്ട്. അതൊരു വല്ലാത്തൊരു സീരിയൽ കില്ലറാണ്. തലക്കിട്ട് എന്തോ ഒരു വെപ്പൺ വെച്ച് അടിച്ചതാ. അല്ലാതെ ചോരയുടെ പാടാ. ഒരു സോഫയുടെ ഡോക്ടർ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും വെപ്പൺ വെച്ച് അടിക്കാതെ ഇങ്ങനെ തലയ്ക്ക് ഇത്രയും ഓക്കെ നമുക്ക് വിളിക്കാം. സാറേ ഡോക്ടർ ജോർജ്. സാറേ എന്തെങ്കിലും വെപ്പണോ എന്താണ് മർഡറിനെ പറ്റി? ഒരു മർഡറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തലക്കിട്ട് അടിച്ച അത്ര മാത്രം നമുക്ക് എന്ത് വെപ്പൺ അങ്ങനെ എന്തെങ്കിലും ബിക്കോസ് തല ഇച്ചിരി അത് തന്നെ ഈ പണിയെടുക്കുന്ന ടൈപ്പ് ടൂളിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല ബ്രില്യന്റ് ഫിംഗർ പ്രിന്റ് ഒന്നും അല്ല അങ്ങോട്ട് എവിടെ അറ്റാക്ക് ചെയ്ത് ഇവിടെ ബാക്കിൽ നല്ല എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു. ആളെ പടമാക്കി അവനപ്പോ അറിയാം എവിടെ പോയിന്റ്. അതാണ് നിങ്ങളൊന്ന് പറഞ്ഞു ഇവിടെ ഏത് പോയിന്റ് വെച്ച് ബ്രെയിൻ ഇവിടെയാണ് മെയിൻ. ഇവിടെ ഒറ്റയടി അടിച്ച ചത്തു. എനിക്ക് തോന്നുന്നത് ഇവൻ മീൻസ് അറിഞ്ഞിട്ടാണോ ആയത് അല്ലെങ്കിൽ അറിയാതെ ബിക്കോസ് എത്ര കൃത്യം നടന്ന 10 മണിയും 1 മണിക്കും ഇടയിലാണ്. അതെങ്ങനെ സാറിനറിയാം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പം അതില് ഉള്ള ഇതൊക്കെ ഓർമ്മയില്ല. ഓക്കെ എന്നാലും ശരി. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിച്ചത്. ഓക്കെ സാറേ ഡോക്ടറിനെ പറ്റി ചായ പറ്റിയല്ല പറഞ്ഞ ഡോക്ടറിനെ പറ്റി പറയുന്നു. സാറേ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ടൈം പറയൂ. എനിക്കങ്ങനെ തോന്നി പറ്റും. സാറിന് ആ ഡോക്ടറാണ് കൊന്നതെന്ന് സാറിന് ഡൗട്ടാണ്. അതെങ്ങനെ? സാർ അയാളുടെ കണ്ണുകൾ എന്താ അറിയാം അയാളാണ് ചെയ്തിരുന്നത്. സാറ് ഇപ്പൊ ഞാൻ പറയണ സാറ് വിശ്വസിക്കാതെ ഇരുന്നാൽ നാളെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ ഇത്ര അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലേ സാറേ എനിക്ക് ആ നന്ദു ഡോക്ടറിന് നല്ല ഡൗട്ട് ഉണ്ട്. ആളുടെ പേര് നന്ദു അല്ല, എന്റെ പേര് അതാ വെച്ചിരിക്കുന്ന പേരാണ്. അപ്പൊ എന്തായാലും സാറേ എനിക്ക് ഉറപ്പാ ഇത് ആ ഡോക്ടർ ചെയ്തതാണ്. കൺഫേം. സാറിന് വിശ്വാസത്തിലേ വേണം. സാറേ എന്നാ ഒരു കാര്യം, ഇത് സാറും എൻ്റെയും പിന്നെ വേറെ സാറിനും നമ്മൾ കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളത്, നമ്മളെ നന്ദു ഡോക്ടറിൻ്റെ അറിയുമല്ലോ. ഫസ്റ്റ് കാര്യം നന്ദു ഡോക്ടറിൻ്റെ റിയൽ നെയിം നന്ദു അല്ല, പിന്നെന്താ വേറെ എന്തോ എഴുതിയിട്ടില്ല. പിന്നെ എനിക്ക് സംശയമുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. നന്ദു ഈ മർഡറിന് മുമ്പേ രാത്രി ചിലവരുടെ വീട്ടിലുണ്ട്. അവിടെ ഈ പിന്നെ പറയാനുള്ള കാര്യം നന്ദു ആണല്ലോ എൻ്റെ സാറ്. അപ്പോൾ ഞാൻ പോകുന്ന എനിക്ക് ആ ബോഡിയിലൊന്ന് നോക്കാം. അപ്പോൾ ബൈ സാർ. ഹലോ സാർ. ചായയൊക്കെ കുടിച്ചോ? ഞാൻ കുടിച്ചു. ക്യാൻറ്റീനിലത്തെ നല്ല ടേസ്റ്റാ. ഞാൻ പിന്നെ ആ ജോണിനെ കുറിച്ചാണ് പറയാൻ വന്ന. ജോർജ്. ഞാൻ എൻ്റെ ജോൺ എന്നാണ് വിളിക്കാറ്. അവൻ നിക് നെയിം ഇട്ടതാണ്. അവൻ ഈ രാത്രിയായിട്ട് ഇപ്പം കാണാതെയാവുന്നുണ്ട്. ഈ ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കൊടുക്കുമ്പോൾ അവൻ വരത്തില്ല. ഇവ ഈ പോകുന്ന വീട്ടിലെല്ലാം ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം അവൻ ഈ പറയുന്ന ഈ ആളുടെ വീട്ടിൽ പോയി. അത് തന്നെ മാധവ്. അപ്പം മാധവൻ്റെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചത്തു. എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. മേ ബി അവൻ തന്നെയായിരിക്കും. എനിക്ക് അവനൊരു പണ്ടേ അവൻ എന്നോട് വന്നതാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു വിട്ട ബംഗാളിക്കാരെ അവനെ ചവിട്ടി വിട്ടി അങ്ങോട്ട് അയച്ചു തന്നു. അപ്പോൾ ഓക്കെ സാർ, എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ഹാപ്പി ഡേ ആയിക്കട്ടെ.
സാർ ഹലോ. ഹലോ. അടുത്ത മാസം റിട്ടയർമെന്റ് ഉണ്ട്. അപ്പൊ ഇത് ഫൈനൽ കേസ് ആയിരിക്കും. അറിയണ്ടേ ഇവന്റെ എവിടേക്കാ അടിച്ചിരിക്കുന്നതെന്ന്? അറിയണം. ഇവന്റെ തലേന്റെ ഈ ഭാഗത്തായിട്ട് ഇതൊക്കെ ഇവിടെ മാർക്ക്. അതോ അത് മേ ബി സീരിയൽ കില്ലർ എനിക്ക് കഴുത്തെ കോമിക്ക് പിടിച്ച് എന്തായാലും നല്ല സ്ട്രഗിൾ ഒക്കെ നടന്നിട്ടുണ്ട്. എന്താ ഇൻഫോർമേഷൻസ് ഒക്കെ? നീ വാ. ബാക്കിൽ ഒരു ചെറിയ ഇട്ടു. ആ മാർക്കാണല്ലോ തൊണ്ടയുടെ അവിടെ. അത് അത് കണ്ടത് പിടിച്ച കയ്യില് പോലെ വന്നല്ലോ. ഒരു mark ഉണ്ട്. എന്തായാലും നമുക്ക് ഈ പോസ്റ്റ് പാർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് ബോഡി അയക്കാം. ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് അപ്പൊ കഴിയാം. ഓക്കെ നമുക്കിനി ബോഡി വീട്ടിലോട്ട് അയക്കാം. ഓക്കെ ഞങ്ങൾക്ക് body വെക്കാം. അല്ലേ? ആ നിങ്ങളുടെ മോൻ മരിക്കപ്പെട്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞാണോ? ആ അപ്പൊ ബോഡി എന്തായാലും അങ്കമാലി എത്തില്ല. അപ്പൊ നിങ്ങൾക്കത് ഇവിടെ വന്നെടുക്കാം. അപ്പൊ ശരി. ജോർജ് ഇറങ്ങിയോടാ, ഞാൻ കണ്ടു. സാറേ, സാർ എത്ര കണ്ടുപിടിക്കരുത്. ഞാൻ എന്തെങ്കിലും നീയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടാ. പിന്നെ എന്താണ് എൻ്റെ വീട്? ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്യാത്തല്ല പ്രശ്നം. ആ അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാനും എല്ലാവരും കൊണ്ടാണ്? അതെ, എന്തിന്? ഞാനാ എല്ലാവരെയും കൊന്നേ. ഇതെനിക്കറിയായിരുന്നു. ഞാൻ മുമ്പേ മുതൽ സാറിനോട് പറഞ്ഞു. സാർ എവിടെ കേൾക്കാൻ? പക്ഷെ നീ കുടുങ്ങും. ഞാൻ നിന്റെ കുടുക്കും. സാറേ, ഞാൻ ഇപ്പം പോലീസിൻ്റെ വിളിച്ചറിയാം. ഇവിടുത്തെ മൊത്തം ക്യാമറ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. സാറേ, ഇത് ചതിയാണ്. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അതിനു വേണ്ടി. നീ ഒന്നും ചെയ്യണ്ടാ. ആ നീ കൂടുതലുണ്ടാക്കല്ലേ. സാറേ, എന്താ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ എൻ്റെ പേരെന്താ ഇടുന്നത്? നീ നാളെ കുടുങ്ങും. നീ കുടുങ്ങും. നാളെ രാവിലെ തന്നെ 9 മണിക്ക് നിന്റെ ഞാൻ കുടുക്കിയിരിക്കും. അത്രേ ഉള്ളൂ. സാറെങ്ങനെ കൊടുക്കും? സാറെങ്ങനെ കൊടുക്കും? ഞാൻ കൊടുക്കും. ഇതിനെതിരെ ഞാൻ പണ്ടേ കേസ് കൊടുത്തടാ. ഞാനും കൊടുത്തായിരുന്നു. സാറേ, എൻ്റെ കൊടുക്കാൻ നിങ്ങൾ നോക്കണ്ട. അതിന് എല്ലാ എവിഡൻസും നിന്റെ എതിരാ. നിന്റെ ആമറ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ടൂൾ ബോക്സിൽ നിന്ന് എടുത്താ. സാറേ, സാർ എൻ്റെ കുടുക്കിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത് സാറിന്? പറയില്ല, എന്താ? മനസ്സില്ല. നാളെ ഉറപ്പായിട്ട് നിന്റെ പോലീസ് വിളിക്കും. ഈ മോഹൻ എനിക്ക് കുറച്ച് നാളായിട്ട് ഇവിടെ ചെസ്റ്റ് പെയിൻ ഉണ്ട് ഭയങ്കരമായിട്ട്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മാധവ്. അതെ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഡോക്ടർ, ഇതിൻ്റെ ചെസ്റ്റ് പെയിനിൻ്റെ എക്സ്റേ റിപ്പോർട്ട്. കുഴപ്പമുണ്ട്. ഞാൻ വേണമെങ്കിൽ 2 ദിവസത്തേക്ക് മരുന്ന് എഴുതി തരാം. അത് പോയി കഴിച്ചോ. എന്നിട്ട് അടുത്ത ഫ്രൈഡേ മാറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരണം. അതിൻ്റെ ഇന്നും കൂടെ ഞാൻ എക്സ്റേ റിപ്പോർട്ട് എടുത്തായിരുന്നു. എന്തെങ്കിലും കുഴപ്പമൊന്നും? ആ ഈ ഇന്നത്തെ കാണിക്കുന്നത് എനിക്കൊരു ഓപ്പറേഷൻ വേണം. ചെയ്തില്ലെങ്കിൽ എന്നത്തേക്കായിരിക്കും? ഇത് നമുക്ക് നാളെ ആക്കാം. വൈകിക്കണ്ട. എത്ര മണിക്ക്? നാളെ ഒരു 10 മണിയാകുമ്പോൾ രാത്രി. ഡോക്ടറെ, എൻ്റെ ഓപ്പറേഷന് വേണ്ടി ഒന്ന് ഓർമ്മയുണ്ടോ? മാധവ് വന്നിരിക്കൂ, കിടന്നോ. ഞാനിപ്പോൾ ഒരു അനസ്തേഷ്യ തരും. അത് നിന്റെ ഇച്ചനത്തേക്ക് മയക്കും. സാറേ, ഇതെന്ത് ചെയ്യാൻ പോവാ? ഞാൻ നിന്റെ കൊല്ലാൻ പോവാ. എന്റെ കൊച്ചിനെ കൊന്ന ഏത് കൊച്ചി? മാധവ്. മര്യാദയ്ക്ക് സത്യം പറയും.
അതുകൊണ്ടാണ് കേസ് മൊത്തം. അപ്പൊ ഞാൻ നോണിന്റെ ഹെഡിലാണ് നിന്റെ വീട്ടിലാണ് എനിക്ക് ഫയൽ ഇട്ട് ഒന്നുമില്ലാന്ന് മോർഗൻസ് പറഞ്ഞു. സാറേ ഞാൻ അവനെ ഞാൻ എപ്പ അറിയാം ഇന്നലെ അവന്റെ വീട്ടിൽ അവന്റെ ബോഡി വെച്ചപ്പോ ചട്ടു നോക്കുമ്പോ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞ് നീ എന്തായാലും നീ നിന്റെ ടൂൾ ബോക്സിൽ ആ ചെറുക്കനെ എടുത്ത് അടിച്ച് കാണിക്കാൻ വേണ്ടി മടുന്നാണ് സത്യത്തിൽ നീ അവിടെ അകത്തിന് എല്ലാം എടുത്തു. സാറേ ഞാൻ നീ എല്ലാവരുടെ ഓർഗൻസ് വിൽക്കുന്നത് അല്ല സാറേ നീ അല്ലേ എന്തായാലും അറസ്റ്റ് ചെയ്യാം എല്ലാ എവിഡൻസിന്റെ അടിച്ചപ്പാ എന്താ വണ്ടിയുടെ